സുഗമാദേവി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഗിരീഷനാണെങ്കിൽ ദേവികയെ രക്ഷപ്പെടുത്തി ചന്ദ്രോത്ത് എത്തിച്ചതിന് ശേഷം സിദ്ധാർത്ഥനോടും നന്ദനോടുമായിട്ട് പറയുന്നുണ്ട്, ഇത് നമ്മൾ നിസ്സാരമായി കാണരുത്, ദേവിയുടെ കാര്യത്തിൽ നല്ല പ്രൊട്ടക്ഷൻ വേണം, അത് പോലീസ് പ്രൊട്ടക്ഷൻ ആയാലും കുഴപ്പമില്ല, എന്തായാലും ഇന്ന് തന്നെ ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ രജനിയാണെങ്കിൽ രജനിക്ക് അതൊന്നും അത്ര വിശ്വാസമാവണില്ല. രജനി ഇരുന്ന് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നന്ദനും ഗിരീഷനും രജനിയോട് പറയുന്നുണ്ട്, വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ വിശ്വസിക്കണ്ട, വിശ്വസിക്കണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമില്ല, എന്തായാലും ചേച്ചിയുടെ വിശ്വാസം അനുസരിച്ചൊന്നുമല്ല കാര്യങ്ങൾ പോണേന്ന് നന്ദൻ പറയുമ്പം രജനിക്കത് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല കേട്ടോ. പിന്നീട് ഗിരീഷിൻ്റെ വീട്ടിലോട്ട് പോയതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഈ സിദ്ധാർത്ഥൻ ദേവികയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ സന്ദീപിനെ എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, നമുക്ക് നല്ലൊരു ഡ്രൈവറെ നിയമിക്കണം, അതിപ്പോൾ നന്ദു ആയാലോ എന്ന് ചോദിക്കണം. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അതച്ചാ അതെങ്ങനെ ശരിയാവണേന്ന് ചോദിക്കുമ്പം, അല്ല മോളെ നല്ലൊരു ഡ്രൈവറെ കിട്ടണ വരെയും നന്ദുവിനെ ഡ്രൈവറാക്കി വെച്ചാലോ എന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രഭാവതിയും പറയുന്നുണ്ട്, അത് നല്ലൊരു തീരുമാനമാണ്, പക്ഷേ MLAയുടെ ഭർത്താവ് തന്നെ ഡ്രൈവറായിട്ടിരിക്കണമെന്ന് ആളുകൾ പറഞ്ഞാൽ അത് നന്ദുവിന് മോശമല്ലേ എന്ന്. ഈ സമയത്ത് രജനി പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം മോശം മാത്രമേ ഉള്ളൂ, എന്തായാലും MLAയുടെ ഡ്രൈവറിനും നല്ല സാലറി ഇല്ലേ, പിന്നെ എന്താ കുഴപ്പം. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, സാലറിയുടെ അല്ല ഇവിടെ പ്രശ്നം, അതെന്താ അച്ഛനക്ക് എല്ലാം പ്രശ്നമാണല്ലോ, ഇതിനു മുമ്പ് ആ ഒരു കമ്പനിയിൽ നിന്ന് നന്ദന് ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് അയാൾ നേരിട്ട് ഇവിടെ വന്നതല്ലേ, അപ്പോൾ അച്ഛൻ ജോലി വേണ്ടാന്ന് പറഞ്ഞു, അതെന്തിനായിരുന്നു, എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്, ഇനി നന്ദു അച്ഛൻ്റെ മോനൊന്നും അല്ലേ, വല്ല ദത്തെടുത്തതാണോ എന്ന്. ആ സമയത്ത് പ്രഭാവതിയാണ്, ഈ രജനി നീ ഒന്നും മിണ്ടാതെ പോയേ, കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു, നിനക്ക് കുറച്ച് സംസാരം കൂടുന്നുണ്ട്, ആ സംസാരമൊന്നും ഇവിടെ വേണ്ട, അത് നീ നിൻ്റെ വീട്ടിലെടുത്താൽ മതിയെന്ന്. ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഉദ്ദേശിച്ച, ഇതപ്പോൾ എൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുമ്പം, നിന്നെ ഇവിടുന്ന് വിവാഹം കഴിച്ചയച്ചു, ഇനി നിൻ്റെ വീട് ഗിരീഷിൻ്റെ വീടാണ്, അതുകൊണ്ട് നീ ഇവിടുത്തെ കാര്യത്തിൽ ഒരുപാട് തല പോയിക്കാനൊന്നും നിൽക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തീരുമാനിച്ചോളാന്ന്. അങ്ങനെ രജനിയാണെങ്കിൽ അത് കേട്ടതും ദേഷ്യപ്പെട്ടുകൊണ്ട് കലി തുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, എന്താ പ്രഭ ഈ രജനി ഇങ്ങനെ, തനിക്കൊന്ന് ഉപദേശിച്ചു കൂടെയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഒരുപാട് പറഞ്ഞു സിദ്ധു, അവളുടെ തലയിലോട്ട് കയറണ്ടേ, എന്തായാലും നാളെ നേരം വെളുക്കട്ടെ, ഗിരീഷിനെയും വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന്. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിട്ട് എന്നാൽ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കുമെന്നും പറഞ്ഞ് പ്രഭാവതിയും സിദ്ധാർത്ഥനും അവരുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ദേവികയും നന്ദനും റൂമിൽ ചെന്നതും നന്ദൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ദേവിക്ക് വേറെ ഡ്രൈവറെ ഒന്നും വയ്ക്കണില്ല, ഞാൻ തന്നെ ദേവിയുടെ ഡ്രൈവറായിട്ട് വന്നോളാം. ആ സമയത്താണെങ്കിൽ ദേവിക പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല നന്ദു, അതെൻ്റെ പ്രവർത്തനത്തെ കാര്യമായ രീതിയിൽ ബാധിക്കും, അതുമാത്രമല്ല നന്ദുവിനും അത് ബുദ്ധിമുട്ടുണ്ടാകും, ആദ്യമൊക്കെ നന്ദുവിന് അത് ഇഷ്ടമായിരിക്കും, പിന്നീട് ആളുകൾ ഓരോന്ന് പറയണ കേൾക്കുമ്പം നന്ദുവിനത് മോശക്കേടായിട്ട് തോന്നും, എന്തായാലും എൻ്റെ ഭർത്താവ് എൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യണതിനോട് എനിക്ക് താല്പര്യമില്ല, അതെൻ്റെ പേരിനെയും പ്രശസ്തിയൊക്കെ ബാധിക്കും. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എന്താ ദേവി നീ അങ്ങനെ പറയണേ, ഞാൻ നിൻ്റെ ഡ്രൈവറായിട്ട് വന്നെന്ന് ഓർത്ത് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം നന്ദൻ എന്തൊക്കെ മണ്ടത്തരം ഈ പറയണത്, MLAയുടെ ഭർത്താവാണോ MLAക്ക് ഡ്രൈവറായിട്ട് വരുന്നത്, അതെന്താ നന്ദു ചിന്തിക്കാത്ത, അത് എത്ര തരം താഴ്ന്ന പണിയാണെന്ന് നന്ദുവിന് അറിയുമെന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ തരം താഴ്ന്ന ജോലിയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ജോലി എടുക്കണേ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ദേവിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം എനിക്ക് കുഴപ്പമുണ്ട്, നന്ദു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും, അത് പ്രവർത്തകരിലും അസ്വസ്ഥത ഉണ്ടാക്കും, അതുകൊണ്ട് ഒരു കാരണവശാലും നന്ദു എൻ്റെ ഡ്രൈവറായിട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല, എന്നാൽ ഞാൻ ദേവിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവാമെന്ന് പറയുമ്പോഴും ദേവിക പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, നന്ദുവിൻ്റെ കാര്യങ്ങൾ നോക്കി നടന്നാൽ മതി, എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് എൻ്റെ ഒപ്പം എപ്പോഴും നടന്നാൽ അത് നന്ദുവിന് ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കി തരും, ആളുകൾ നന്ദുവിനെ പരിഹസിക്കും, അതൊന്നും കാണാൻ എനിക്ക് വയ്യാന്ന്. പിന്നെ എന്ത് ചെയ്യും ദേവിക്കൊരു ഡ്രൈവർ വേണമല്ലോ, അതും വിശ്വസ്തരായവർ, അത് നമുക്ക് രാവിലെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ആലോചിച്ച് തീരുമാനിക്കാം, പിന്നെ ഗിരീഷ് ഏട്ടനും ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവരങ്ങനെ കിടന്നുറങ്ങാൻ പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദന് ദേവികയുടെ ആ സംസാരമാണെങ്കിൽ ഒട്ടും ഇഷ്ടമായിട്ടില്ല, ഭയങ്കര വിഷമമാവുന്നുണ്ട് ദേവിക ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഓർത്തിട്ട്. നന്ദൻ വീണ്ടും ദേവികയുടെ ആ സംസാരം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ദേവിക ചോദിക്കുന്നുണ്ട്, നന്ദു എന്താ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുമ്പം ഉറക്കം വരുന്നില്ല, എന്തൊക്കെയോ ഒരു ടെൻഷനിന്ന്.
എന്തായാലും ഇതിൻ്റെ പിന്നിൽ അരുന്ധതി മേഡം തന്നെ ആയിരിക്കുമോ ദേവി എന്ന് ചോദിക്കുമ്പം അറിയില്ലല്ലോ നന്ദു, എന്തായാലും മേഡം ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നണില്ല. ഒന്നുമില്ലെങ്കിലും അവരുടെ മകൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചവളല്ലേ ഞാൻ, അതുകൊണ്ട് എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന്. സമയത്ത് നമ്മളുടെ നന്ദൻ പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല, അന്ന് അച്ഛനെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് നീ മേഡത്തെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചപ്പം അവർ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയേ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന്. അതുകൊണ്ട് അവരേർപ്പാടാക്കിയ ഗുണ്ടകളായിരിക്കും ദേവികയെ ഉപദ്രവിക്കാൻ വന്നത്. അതുമാത്രമല്ല ആ സന്ദീപിനെയും അവർ കാശ് കൊടുത്ത് വശത്താക്കിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അവരാരെയൊക്കെ നമുക്കെതിരെ ആക്കിയിട്ടുണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ എന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞതാ ഞാൻ ഇതിനൊന്നും ഇല്ലയെന്ന്. അപ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് എന്നെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയത്. എന്നിട്ടിപ്പോൾ എന്താ ഈ സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതം പോലും ഇല്ല. എന്തായാലും നാളെ നേരം വെളുക്കട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അവരങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിനെയും സിദ്ധാർത്ഥനെയാണ്. പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് ഈ സംഭവത്തിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും ആ അരുന്ധതി തന്നെയായിരിക്കും. അന്ന് അവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദേവി അപമാനിച്ചില്ലേ, അതിൻ്റെ പ്രതികാരമായിരിക്കും. എന്തായാലും ഇത് ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇപ്പം തന്നെ ഞാൻ അവളെ വിളിച്ച് 2 വർത്തമാനം പറയട്ടെ എന്നും പറഞ്ഞ് പ്രഭാവതി ഫോണെടുത്ത് അരുന്ധതിയെ വിളിക്കുന്നുണ്ട്. ഇതേസമയം അരുന്ധതി ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഋഷിയാണെങ്കിൽ വീട്ടിലോട്ട് വരാത്തത് എന്താണെന്നിങ്ങനെ നോക്കി അരുന്ധതി ഇരിക്കുമ്പോഴാണ് അരുന്ധതിയുടെ ഫോൺ കേൾക്കണേ. വേഗം തന്നെ ഋഷി ആയിരിക്കും എന്ന് കരുതി അരുന്ധതി ഫോണെടുത്ത് നോക്കുമ്പോൾ ഋഷിയല്ല പ്രഭാവതിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അരുന്ധതി പ്രഭാവതി എന്തിനായിരിക്കും ഇപ്പോൾ വിളിക്കുന്നത്, അവൾക്ക് എൻ്റെ ഫോണിലേക്ക് വിളിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹലോ എന്ന് ചോദിച്ചതും എന്നെ മനസ്സിലായോ, ഞാൻ പ്രഭാവതിയാ, പ്രൊഫസർ പ്രഭാവതി. പ്രൊഫസർ പ്രഭാവതിയെ എനിക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പോൾ എന്തിനാണ് വിളിച്ചതെന്ന് പറയാമെന്ന് അരുന്ധതി പറയുമ്പോൾ നീ ഒന്നും അറിഞ്ഞില്ല അല്ലേ, ദേവികയെ കൊല്ലാൻ ആളെ അയച്ചിട്ട് നീ ഒന്നും അറിയാത്തതുപോലെ എൻ്റെ മുന്നിൽ അഭിനയിക്കുവാണ് കൂടി എന്ന് ചോദിക്കണം. ആ സമയത്ത് നമ്മളുടെ അരുന്ധതി പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയണേ, ഞാൻ ദേവികയെ കൊല്ലാൻ ആളെ അയച്ചു എന്നോ, നീ ഒരുപാട് അഭിനയിക്കണ്ട, നിൻ്റെ അഭിനയം ഞാൻ ഒരുപാട് കണ്ടതാ. എന്തായാലും നീ ഇപ്പോൾ കൊല്ലാൻ ശ്രമിച്ചത് സാധാരണക്കാരെയല്ല, ഒരു MLA കൊല്ലാൻ ശ്രമിച്ചേക്കണേ, അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ അനാവശ്യമായി പറയണേ, ഞാനങ്ങനെ ദേവികയെ കൊല്ലാനൊന്നും ആരെയും ഏൽപ്പിച്ചിട്ടില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറയുമ്പോൾ നിനക്ക് ആവശ്യമില്ലാത്തതൊക്കെ പ്രവർത്തിക്കാൻ ഞാൻ പറയണേനെ കുഴപ്പമുള്ളൂ. എന്തായാലും നാളെ നേരം വെളുത്താൽ നിന്നെ പോലീസ് അവിടെ നിന്ന് പൊക്കിയിരിക്കും. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ചെയ്യാത്ത തെറ്റിന് പോലീസ് പൊക്കുവാണെങ്കിൽ അങ്ങോട്ട് പൊക്കാൻ വരട്ടെ, അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാവിലെ എല്ലാവരും ചേർന്ന് ഡ്രൈവറെ നിയമിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രഭാവതിയാണ് പറയുന്നുണ്ട് എന്തായാലും മുരളി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, ഇനി തിരിച്ചു പോകുന്നവരെ മുരളിയെ ദേവികയുടെ ഡ്രൈവറായിട്ട് നിയമിച്ചാലോ എന്ന്. ആ സമയത്ത് നന്ദൻ അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം നന്ദനും ദേവികയ്ക്കൊക്കെ അറിയാലോ മുരളി ഇനി തിരിച്ചു പോകുന്നില്ല, ജോലിയൊക്കെ പോയിട്ടാണ് വന്നേക്കണേന്ന്. അതുകൊണ്ട് തന്നെ നന്ദൻ പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെ ഐഡിയ കൊള്ളാം, നമുക്ക് മുരളിയെ തന്നെ നിർത്താം. പിന്നെ ഇനി മുരളിക്ക് ഈ ജോലി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗൾഫിലെ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ തന്നെ നിന്നാൽ മതിയല്ലോ എന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട് അങ്ങനെ മുരളീനെ MLAയുടെ ഡ്രൈവറായിട്ട് ജീവിതകാലം മുഴുവൻ നിർത്താൻ പറ്റുമോ, MLA 5 വർഷത്തേക്കുള്ളേ ഉള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ മുരളി എന്ത് ചെയ്യുമെന്ന്. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് അത് 5 വർഷം കഴിഞ്ഞുള്ള കാര്യമല്ലേ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അന്നേരം ചെയ്യാം. എന്തായാലും നന്ദു ഒന്ന് മുരളിയെ വിളിച്ച് സംസാരിച്ച് നോക്കുന്നു. അങ്ങനെ നന്ദൻ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മുരളിയെ വിളിക്കുന്നുണ്ട്. മുരളി കോൾ എടുത്തും എന്താ നന്ദാന്ന് ചോദിക്കുമ്പം നീ അത്യാവശ്യമായിട്ട് ചന്ദ്രോത്തേക്കൊന്ന് വന്നെന്ന് പറയുന്നു. അങ്ങനെ മുരളി വന്നതും സിദ്ധാർത്ഥൻ ചെന്നിട്ട് മുരളിയോട് പറയുന്നുണ്ട് ഞങ്ങൾ വിളിച്ചത് മുരളിയോട് ഒരു പ്രത്യേക കാര്യം പറയാനാ, മുരളി ഗൾഫിന് പോണ വരെയും വെറുതെ നടക്കല്ലേ, അപ്പോൾ എന്തായാലും അതുവരെയും ദേവികയുടെ ഡ്രൈവറായിട്ട് പോകാമോ എന്ന് ചോദിക്കാനാണ്. ആ സമയത്ത് മുരളിക്ക് അത് കേട്ടതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം മുരളിയാണെങ്കിൽ ഒരു ജോലി എവിടെ നിന്ന് കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഈ സിദ്ധാർത്ഥൻ മുരളിയോട് ദേവികയുടെ ഡ്രൈവറായിട്ട് പോകാൻ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് മുരളി ചെന്നേക്കാണ്. മുരളീനെ കണ്ടതും ചന്ദ്രമതി പറയുന്നുണ്ട് ഇനി ദേവികയുടെ എല്ലാ ഉത്തരവാദിത്വം മുരളിയുടെ കയ്യിലാണ്, ദേവികയെ എപ്പോഴും സംരക്ഷിച്ച് നിർത്തേണ്ടതും മുരളിയുടെ ഉത്തരവാദിത്തമാണ്, മുരളി അതിലൊരു വിട്ടുവീഴ്ചയും വരുത്തരുതെന്ന്. ഈ സമയത്ത് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. എന്തായാലും മുരളിയും ത്യാഗരാജനും തമ്മിൽ നല്ല ശത്രുത ഉള്ളതുകൊണ്ട് തന്നെ ത്യാഗരാജൻ മുരളിയുടെ അടുത്തേക്ക് ചെല്ലണമൊന്നുമില്ല. എന്നാലും അവിടെ മറഞ്ഞു നിന്ന് ഈ ചന്ദ്രമതി മുരളിയോട് പറയണതെല്ലാം കേൾക്കുന്നുണ്ട്. സമയത്ത് ത്യാഗരാജന് മനസ്സിലാവുന്നുണ്ട് മുരളി ദേവികയുടെ ഡ്രൈവറായി കഴിഞ്ഞാൽ പിന്നെ ദേവികയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട് എന്തായാലും ആ സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ
മുരളി ഡ്രൈവറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ദേവികയെ ഉപദ്രവിക്കാനൊന്നും ആർക്കും ധൈര്യം ഉണ്ടാവില്ല. മുരളിക്ക് ദേവികയുടെ ഏട്ടൻ്റെ സ്ഥാനവും കൂടി ഉള്ളതുകൊണ്ട് മുരളിക്ക് ആ ഒരു ഉത്തരവാദിത്വം ദേവികയുടെ കാര്യത്തിലുണ്ടാവും. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, ചന്ദ്രമതി ആൻറ്റി അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട, ദേവികയെ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് പോലെ കണ്ടേക്കണേ, ആ ഒരു സംരക്ഷണം ഞാൻ ദേവികയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇതേസമയം നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ മാറി നിന്നിട്ട് ഫോണെടുത്ത് ഋഷിക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഋഷിക്ക് ഫോൺ വിളിക്കുന്നതും ഋഷിയുടെ ഫോൺ ബെല്ലടിക്കുമ്പം ഋഷിയാണെങ്കിൽ അറിയണില്ല ഫോൺ ബെല്ലടിക്കുന്നത്. ആ സമയത്ത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഫോണിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിക്കണ കേട്ടിട്ട് അരുന്ധതി ഫോൺ എടുത്ത് നോക്കുമ്പം അതിനകത്ത് ത്യാഗരാജൻ്റെ നമ്പറാണ് കാണുന്നത്. ത്യാഗരാജൻ എന്തിനായിരിക്കും ഋഷിക്ക് വിളിക്കണേന്ന് വിചാരിച്ച് അരുന്ധതി കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ത്യാഗരാജൻ ഫോൺ എടുത്തത് ഋഷിയാന്ന് കരുതിയിട്ട് ഋഷിയോട് പറയുന്നുണ്ട്, എന്തായാലും നമ്മളുടെ പ്ലാൻ പൊളിഞ്ഞു, ഇനിയിപ്പോൾ അത് പെട്ടെന്നൊന്നും നടക്കുമെന്നും തോന്നണില്ല. ഇനി പുതിയതായിട്ട് MLAയുടെ ഡ്രൈവറായിട്ട് വരുന്നത് മുരളിയുടെ അടുത്ത് നമ്മളുടെ ഒരു അഭ്യാസവും നടക്കില്ല, അവൻ അവരുടെ ആളാണ്, അതുകൊണ്ട് ഇനി നമ്മൾ വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. അത് കേട്ടതും നമ്മളുടെ അരുന്ധതി ത്യാഗരാജാന്നും പറഞ്ഞ് ദേഷ്യത്തിൽ വിളിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്തരം എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.